നമസ്കാരം. അമൃത ടി വിയിലെ സ്പന്ദനം എന്ന പ്രോഗ്രാമിലൂടെ അടുത്തൊരു എപ്പിസോഡിലൂടെ സ്വാഗതം. ചിക്കൻ ബോക്സ് എന്താണ്, ചിക്കൻ ബോക്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് പറയാം. ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു വൈറസാണ്. അത് നമ്മുടെ കയറുന്ന കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിൽ കയറിയിട്ട് നെർവിൻ്റെ അറ്റത്ത് നിന്ന് തന്നെ ഒരു കുമിള പോലെ ഇങ്ങനെ ചൂട് സമയത്താണ് ഇത് വരുന്നത്. ഏതായാലും ഈ വെള്ളം പോലത്തെ മുത്തുമണികളിൽ നമ്മൾ വെള്ളം നിറഞ്ഞിരിക്കുന്ന പോലെ ഇങ്ങനെ വരും. അതാണ് ഇതിൻ്റെ ലക്ഷണം. അപ്പോൾ ആദ്യം തലവേദന വരും, ചെറുതായിട്ടൊരു തല കാണും, പനി പോലെ ഫീവറിഷ് കാണും. പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോൾ ഈ തലവേദനയും പനി ഒന്ന് ചെറുതായിട്ട് കുറയുമ്പോൾ ബോഡിയെല്ലാം നമുക്ക് കുരുക്കളായിട്ട് കൊച്ചു മുത്തുമണി പോലെ വെള്ളം നിറഞ്ഞ കുരുക്കൾ. വെള്ളം നിറഞ്ഞ് വരുന്ന കുരുക്കൾ പോലെ വരുന്നത് ഈ ചിക്കൻ ബോക്സിന് മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് വേറെ ചെറിയ ഡിസീസൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ വകഭേദങ്ങളാണ് എല്ലാം. ഇപ്പം വേറെ നമ്മൾ ഹെർപ്പസ് സോസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വെറൈറ്റി ഉണ്ട്. അതും വെള്ളം പോലെയാണ് വരും, പക്ഷേ അതൊരു നെർവിൻ്റെ എൻഡിൽ മാത്രമേ വരുള്ളൂ, എല്ലായിടത്തും വരില്ല. അത് ഈ ചിക്കൻ ബോക്സിൻ്റെ ഒരു വേറൊരു വെറൈറ്റി തന്നെയാണ് ഹെർപ്പസ് സോസ്റ്റർ എന്ന് നമ്മൾ പറയുന്നത്. എന്നാലും നമുക്ക് ഇതിലോട്ട് പോകാം. അപ്പോൾ വെള്ളം പോലെ നിറഞ്ഞു വരുന്ന കുരുക്കൾ പോലെ വരുന്നത്. അപ്പോൾ ആൾക്കാർ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചു. ചിക്കൻ ബോക്സ് വലിയ കുഴപ്പമുണ്ടാകുന്ന കാര്യമല്ല. മസൂരി പോലെ മസൂരി ഇപ്പം ഇല്ല. പണ്ട് വന്നുകൊണ്ടിരുന്ന മസൂരി എന്ന് പറഞ്ഞാൽ കണ്ണിനകത്തൊക്കെ വന്നിട്ട് കാഴ്ചയൊക്കെ പോകും. ഇപ്പോൾ ഇതിന് അങ്ങനെയൊന്നും പ്രശ്നമില്ല, സ്കിന്നിലേ വരുള്ളൂ. ഇത് വന്നിട്ട് പാട് വരും. പക്ഷേ പോകുന്ന പാടാണ്. ചിലർക്ക് മാത്രമേ പാട് നല്ല രീതിയിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം തലവേദന കാണും, ചെറുതായിട്ട് അത് കാണും, സാധാ ബാക്ക് പെയിൻ കാണും. ഒരു വൈറൽ ഫീവറിൻ്റെ വൈറൽ ഫീവറിൻ്റെ എല്ലാ സിംറ്റംസും കാണും. അപ്പം അത് അത്ര പനിയും ഭയങ്കരമായിട്ട് പനിക്കത്തില്ല. അപ്പോൾ അത് കൊച്ചു വെള്ളം പോലെ കുരുക്കൾ പോലെ വരും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ആദ്യം. അപ്പം ഹോമിയോയിൽ നല്ല എഫക്റ്റീവായിട്ട് ഇതിന് മെഡിസിൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഈ നമുക്ക് വൈറസ് എന്ന് പറഞ്ഞാൽ ഇപ്പം സൈക്ലോവിർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അലോപ്പതി മരുന്നുകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അത് ലിവറിന് ശരിക്കും ടാക്സിങ് കൊടുക്കും. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഹോമിയോ മെഡിസിനാണ്. ഹോമിയോയിലൊരു 3 ടൈപ്പ് മരുന്നുണ്ട് കഴിക്കാൻ. അപ്പോൾ ഇത് ആദ്യമേ നമ്മൾ കാണുമ്പോൾ പനിയുള്ളപ്പോൾ ആർക്കും അറിഞ്ഞുകൂടായിരിക്കുമല്ലോ ചിക്കൻ ബോക്സ് ആണെന്ന്. എറപ്ഷൻ കാണുമ്പോൾ 1-2 കാണുമ്പോൾ തന്നെ ഇത് കഴിച്ചു തുടങ്ങണം. ഇത് തന്നെ ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ വരാതിരിക്കുന്നവരാണ്, കൂടെ നിൽക്കുന്നവരാണ്, അവർക്ക് പ്രിവെൻറ്റീവായിട്ട് ഇത് തന്നെ കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ കൊടുക്കുന്നപ്പം പല ഡോക്ടർമാരും പലതാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിലും പൊതുവേ ഞാൻ കൊടുക്കുന്നത് ഒരു 3 ടൈപ്പ് മെഡിസിനാണ് കൊടുക്കുന്നത്. ഹോമിയോ മെഡിസിനാണ്. ലഡം എന്ന് പറയും, തൂജ എന്ന് പറയും, പിന്നെ ഒരു എച്ചിനേഷ്യ എന്ന് പറയും. ഇതിൻ്റെ എല്ലാം 3x 2x ആണ് കൊടുക്കുന്നത്. ലോവർ ഡൈല്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഈ 3 ലഡോ എന്ന് പറഞ്ഞാൽ ഇത് 3 ചെടികളിൽ നിന്ന് തന്നെ എടുക്കുന്ന സാധനങ്ങളാണ്. ലഡോ എന്ന് പറഞ്ഞൊരു മരുന്ന്, പിന്നെ എച്ചിനേഷ്യ എന്ന് പറഞ്ഞ ഒരു മരുന്ന്, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തൂജ എന്ന് പറഞ്ഞ മരുന്ന്. അപ്പോൾ അതിൻ്റെ ലോ പൊട്ടൻഷ്യൽ 3x ആണ് കൊടുക്കുന്നത്. അപ്പം ഇപ്പം പലർക്കും ബാർഗൈനിങ് കൊണ്ട് ഹോമിയോ മെഡിസിൻസിനകത്ത് മരുന്നൊന്നുമില്ല, പിന്നെ എങ്ങനെയാണിത് അസുഖം കുറയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിബേറ്റൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി അതവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ഹോമിയോ മെഡിസിനിൽ നമ്മൾ 12ാമത്തെ എക്സ് എന്ന് പറയുന്നത് 12x എന്ന് പറഞ്ഞാൽ ഡൈല്യൂഷന് മുമ്പ് മരുന്നിൻ്റെ അംശം തന്നെ അതിനകത്തുണ്ട്. അത് തന്നെയാണ് കുറക്റ്റ് ചെയ്യുന്നത്. 12 കഴിഞ്ഞ്, അതായത് അവഗാഡ്രോസ് റൂൾ എന്ന് പറയും, നമ്മളിങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് പോകുമ്പോൾ 12 കഴിയുമ്പം പിന്നെ ആ ഡൈല്യൂഷനകത്ത് മരുന്ന് കാണില്ല, ഒറിജിനൽ ബേസ് സാധനം കാണില്ലെന്നാണ് റൂൾ. ഈ 12x കഴിഞ്ഞിട്ടുള്ളതിന് മരുന്നില്ല, ശരിയാണ്. അപ്പോൾ അതെങ്ങനെ അസുഖം കുറയ്ക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് എക്സ്പ്ലനേഷൻ പറയാൻ പറ്റില്ല, ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഒന്നും അതിന് പറയാൻ പറ്റില്ല. പക്ഷേ അതിന് താഴോട്ടുള്ള ആക്ച്വലി മരുന്നുണ്ട്. ആ മരുന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ബയോകെമിക് സോൾട്ട് എന്ന് പറയുന്നതും അല്ല ഈ 6x 3x എന്ന് പറയുന്നത് എല്ലാം മരുന്നിൻ്റെ അംശമുണ്ട്, ചെറിയൊരു അംശം. ആ അംശം മതി ആക്ച്വലി നമ്മുടെ ഡിസീസ് കുറയ്ക്കാനായിട്ട്. അത് പ്രൂവ്ഡാണ്. നമ്മൾ കൊടുക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും എല്ലാം നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ വശം അറിഞ്ഞുകൂടാത്തവരാണ് ഹോമിയോക്കകത്ത് മരുന്നില്ല, അതുകൊണ്ട് കുറയ്ക്കാൻ പറ്റുന്നില്ല, ഇത് വ്യാജ എന്നൊക്കെ പറയേണ്ട റീസൺ അതാണ്. ആക്ച്വലി അവർക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ, അല്ലാതെ അതവർ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നു. അപ്പം നമുക്കിതിലോട്ട് വരാം. അപ്പോൾ ഈ ലഡവെന്ന് പറയുന്നതിൻ്റെ 3x അല്ലെങ്കിൽ 2x, പിന്നെ തൂജ എന്ന് പറയുന്ന മെഡിസിൻ്റെ 2x, പിന്നെ എച്ചിനേഷ്യ എന്ന് പറയുന്നത്. എച്ചിനേഷ്യ എന്നൊക്കെ പറയുന്നത് ഇവിടെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ പോലത്തെ അങ്ങനത്തെ ഒരു ചെടിയുടെയൊക്കെ ജ്യൂസാണ്. മറ്റേതിനൊന്നും മലയാള പേരുകൾ കൃത്യമായിട്ടില്ല. അപ്പം ഇതിങ്ങനെ ഒരു 1-2 തുള്ളി വീതം ഇപ്പം നമ്മൾ എറപ്ഷനൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ 3 ഒരു അരമണിക്കൂറോടായിട്ട് മാറി കഴിക്കണം, ഓരോ 1-2 തുള്ളി വീതം. പിള്ളേരാണെങ്കിൽ ഇത് പച്ചവെള്ളത്തിലൊഴിച്ച് ഒരു സ്പൂൺ വെള്ളത്തിൽ ഒഴിച്ച് കഴിച്ചാൽ മതി. വലിയവരൊക്കെ ആണെങ്കിൽ ചുമ്മാ നാക്കിലൊഴിച്ച് വലിയ ഡിസ്റ്റേഷൻ ഒന്നുമില്ല. ഇങ്ങനെ ഇത് കഴിച്ചാൽ ഒരു ഗുണമെന്തെന്ന് പറഞ്ഞാൽ ഇത് ഈ എറപ്ഷൻ വരുന്നത് നല്ല രീതിയിൽ കുറയും.
നല്ല രീതിയിൽ കുറയും. അതുപോലെ തന്നെ പാടുകൾ പെട്ടെന്ന് കുറയും. ഇപ്പോൾ 4-5 ഇപ്പോൾ മരുന്നുകൾ കഴിക്കാതിരുന്ന ഒരു 7-8 ദിവസം കൊണ്ട് മാറുന്ന ചിക്കൻ ബോക്സ് ഇതിങ്ങനെ അരമണിക്കൂറോ 15 മിനിറ്റോ ഇത് 3 മാറി മാറി കഴിച്ചുകൊണ്ടിരുന്ന ഒരു 3 ദിവസം ആകുമ്പം നല്ല രീതിയിൽ കട്ടാവും, നല്ല രീതിയിൽ സ്റ്റോപ്പാവും. പിന്നെ എറപ്ഷനും കാണൂല. ടെമ്പറേച്ചർ ആദ്യം കുറയും. ഇതുപോലെ ഇതിൻ്റെ പാടുകൾ കുറയ്ക്കാനൊക്കെ നല്ലതാണ്. കൂടുതൽ എറപ്ഷൻ വരാതിരിക്കാനും സഹായിക്കും. നല്ല എഫക്റ്റീവുമാണ്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞതുപോലെ സിംഗ്ലോർ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോഴേ വൈറസായിട്ടുള്ള ആ ഹെവി ഡോസ് ഒന്നും ലിവർ ടാക്സിങ് ഒന്നും ഉണ്ടാവാതെ തന്നെ നമുക്കത് നല്ല രീതിയിൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 മെഡിസിനാണ് ഞാൻ സാധാരണ കൊടുക്കുന്നത്. പിന്നെ ടെൻഷൻ കൂടുതലുള്ള ആൾക്ക് മാത്രം ആഴ്സാൽബ് എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് കൂടെ കൊടുക്കും. അതല്ലെങ്കിൽ ഇതിൽ തന്നെ നല്ല രീതിയിൽ നല്ലതുപോലെ കുറയും. ചിക്കൻ ബോക്സിൻ്റെ ഈ എറപ്ഷൻസ് നമ്മൾ പൊട്ടിക്കാൻ പാടില്ല. പൊട്ടിച്ചാൽ ചിലപ്പോൾ സെക്കൻഡറി ഇൻഫെക്ഷൻ വരും. ഇൻഫെക്ഷൻ വന്നാൽ ആ പാട് ഭയങ്കര താമസിച്ചേ മാറുകയുള്ളൂ, അവിടെ കുഴിയുകയും ചെയ്യും. അതേസമയം ഇത് നമ്മൾ പൊട്ടിക്കാതിരുന്നാൽ തന്നെ ബേസ്റ്റായി അങ്ങ് പോവും, പിന്നെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ചിക്കൻ ബോക്സിനുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. അതിൽ പലരും കുളിക്കട്ടോ എന്നൊക്കെ ചോദിക്കും. ഫസ്റ്റ് നമ്മൾ ഈ ടെമ്പറേച്ചർ വരുമ്പോൾ ഇപ്പം അതുപോലെ ഈ പടരുന്നതും എല്ലാവർക്കും ഭയങ്കര സംശയമാണ്, ഇതെപ്പോഴാണ് പകരുന്നത്. എല്ലാ വൈറസ് സാധനങ്ങൾ, അപ്പോൾ വൈറസ് എന്തോന്ന് പറഞ്ഞാൽ ചെറിയൊരു ജീവിയാണ്, നമുക്കറിയാം, ബാക്ടീരിയക്കാളൊക്കെ ചെറിയൊരു സാധനമാണ്. ഈ വൈറസ് നമ്മുടെ ദേഹത്ത് കയറുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ അതിൻ്റെ കോപ്പി എടുക്കാൻ, അഥവാ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനാണ്. നമ്മുടെ സെല്ലിനകത്തോട്ട് കയറിയിട്ട് ഓരോ വൈറസും നമ്മുടെ സെല്ലിൽ, ഇപ്പോൾ നമ്മൾ കോവിഡ് വന്ന് എല്ലാവർക്കും മനസ്സിലായിക്കണല്ലോ വൈറസിൻ്റെ കാര്യങ്ങളൊക്കെ, അകത്തോട്ട് കയറിയിട്ട് നമ്മുടെ ഒരു മെസ്സഞ്ചർ RNA എന്ന് പറയുന്ന സാധനത്തിലോട്ട് കയറി ഒട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ അതേ ഷേപ്പുള്ള, അതായത് വൈറസിൻ്റെ അതേ ഷേപ്പുള്ളൊരു കോപ്പി എടുത്ത് വിടും. അപ്പോൾ ആ കോപ്പി എടുത്ത് വിടുമ്പോൾ ഈ മെസ്സഞ്ചർ RNA ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സെല്ല് മുഴുവൻ ചത്തുപോകും. ആ സെല്ല് ഫങ്ഷൻസ് കംപ്ലീറ്റ് നിർത്തും. അത് നല്ല ഡാമേജ് ഉണ്ടാകും. അത് തല തൊട്ട് കാല് വരെയുള്ള എല്ലായിടത്തും വരും. അതോടുകൂടി നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നും, ബോഡി ഭയങ്കരമായിട്ട് മെലിയും, ബ്രെയിനിന്, നമ്മുടെ ഉറക്കം എല്ലാം ഡാമേജാണ്. കാരണം ഇൻഡിവിജ്വൽ സെല്ലിൽ ഈ വൈറസ് കയറിയിട്ട് അതിൻ്റെ കുട്ടിയാണത്, അതിൻ്റെ കോപ്പി എടുക്കാൻ വേണ്ടി മെസ്സഞ്ചർ RNAയിൽ ആക്കിയിട്ട് അത് ലക്ഷക്കണക്ക് കോപ്പി എടുക്കും. ലക്ഷക്കണക്ക് കുട്ടികളായിട്ട് അതിന് ഈ സെല്ലിനെ പൊട്ടിച്ചുകൊണ്ട് പുറത്ത് ചാടും. അപ്പം ആദ്യം ഇത് കയറി സെല്ലിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് സെല്ല് പൊട്ടുന്നതിന് മുമ്പ് ഒരുപാടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ സമയത്താണ് നമുക്ക് ടെമ്പറേച്ചർ വരുന്നത്, ചൂട് വരുന്നത്. അപ്പോൾ ഈ ചൂട് പനിക്കുമ്പോഴാണ് ആക്ച്വലി ഇത് നമുക്ക് ഇൻഫെക്റ്റീവ്, അതായത് വേറൊരാൾക്ക് പകരുന്നത്. അതായത് നമ്മളത് വൈറസ് അകത്ത് കയറി മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഇതുപോലെ ആവും, സെല്ലിൻ്റെ ഫങ്ഷൻസ് എല്ലാം നിന്നു, അത് പൊട്ടും, ചത്തുപോകുന്ന ഉടനെ നമ്മൾ അതിൻ്റെ കോപ്പി എടുത്ത് പുറത്ത് ചാടിയിട്ട് അടുത്തൊരാളിലോട്ട് പോകാൻ വേണ്ടി വേർപ്പിൽ കൂടെ, നമ്മുടെ ശ്വാസത്തിൽ കൂടെ, മൂത്രത്തിൽ കൂടെ, എല്ലാം ബോഡി ഫുള്ളായിട്ട് വൈറസ് വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് അടുത്തൊരാൾ നമ്മുടെ ദേഹത്ത് വന്ന് തൊടുകയാണെങ്കിൽ അയാളിലോട്ട് ഈ വൈറസ് കയറി പോകുന്നത്. അപ്പം എല്ലാ വൈറസുകളും, ഇപ്പോൾ കോവിഡ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും ടെമ്പറേച്ചർ കാണുന്ന സമയത്താണ് പകരുന്നത്, അല്ലാതെ ഈ സിംറ്റംസ് കൂടുതൽ കാണിക്കുമ്പോഴല്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ടെമ്പറേച്ചർ കാണിക്കുന്ന സമയത്ത് ഇത് സെല്ലിൽ കയറി പൊട്ടി എൻ്റെ കോപ്പീസ് എടുത്തു. കുട്ടികളാണ് അതിൻ്റെ ആയിരക്കണക്കിന് ലക്ഷങ്ങൾ കാണും, അത് വെളിയിൽ ചാടി പോയി അടുത്ത ആൾക്ക് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ്. കാരണം നമ്മുടെ ദേഹത്ത് പിന്നെയും കറങ്ങാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് കോപ്പി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡ് ഇതിൻ്റെ ഷേപ്പ് മനസ്സിലാക്കിയിട്ട് ആൻറ്റിബോഡി ഉണ്ടാക്കി തുടങ്ങും. ഈ ആൻറ്റിബോഡി ഉണ്ടാക്കി തുടങ്ങുമ്പോഴാണ് പിന്നെ ബാക്കിയുള്ള വൈറസിന് പിന്നെ അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ എടുക്കാൻ പറ്റില്ല. ആൻറ്റിബോഡി അതിനെ ക്ലബ് ചെയ്ത് കൊന്നുകളയും. അപ്പോൾ ഈ ആൻറ്റിബോഡി ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഈ പറഞ്ഞ മരുന്ന്. ഈ പറഞ്ഞ 3 മരുന്ന് നമ്മൾ മാറി കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആൻറ്റിബോഡി കൂടുതൽ ഉണ്ടാക്കാൻ, ഇതിനെതിരെയുള്ള സ്പെസിഫിക് ആൻറ്റിബോഡി ഉണ്ടാക്കാൻ നല്ല സഹായിക്കുന്നത് കൊണ്ടാണ് എറപ്ഷൻസ് കൂടാത്തതും എറപ്ഷൻസ് കൂടുതൽ വരാത്തത്. അപ്പോഴത്തേക്കാണ് ബാക്കിയുള്ള സെല്ലിൽ കയറി പൊട്ടിക്കാൻ പറ്റാതെ വൈറസ് ചത്തുപോകും. പിന്നെ മറ്റുള്ളത് കോപ്പി എടുത്തെല്ലാം വെളിയിൽ ചാടി പോവുകയും ചെയ്യും.